ഹായ് ഗൈസ്, വെൽക്കം ടു 3 AJ's ഫാമിലി വ്ളോഗ്സ്. അപ്പം നമ്മളിവിടെ നിന്ന് രാജസ്ഥാനിലെ മെഹ്റാൻഗഡ് ഫോർട്ട് കാണാൻ പോവാണ്. അപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം. രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നു ഇനി മരുഭൂമിയിലിട്ടാണെന്ന്. പക്ഷേ ഇത് മരുഭൂമിയിലൊന്നും ഇവിടെ ഇല്ല കേട്ടോ. നല്ല പച്ചപ്പുള്ള മരങ്ങളും സാധാരണ കുറേ മരങ്ങളുണ്ട് ഇവിടെ. അതാ ഏറ്റവും കൂടുതൽ കാണുന്നത് നമ്മൾ ആര്യവേപ്പിൻ്റെ ഇലയില്ലേ, എവിടെ നോക്കിയാലും ആര്യവേപ്പിൻ്റെ ഇലകളാണ് കാണാനുള്ളത് കേട്ടോ. എത്താറായിട്ടുണ്ട്. അപ്പം പുറത്തൊക്കെ നല്ല നല്ല വെയിലാട്ടോ. ഇതാ ഇവിടെ അടുത്ത് തന്നെയാണ് ബ്ലൂ സിറ്റി. ഈ ബ്ലൂ കളറിലുള്ള ഫ്ലാറ്റുകളല്ലേ, കെട്ടിടങ്ങളൊക്കെയാണ് ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇതാ ഏകദേശം എത്താനായി നമ്മൾ. ഇത് നമ്മൾ ഷാളുകളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. നല്ല കളറുള്ള ഷാളുകൾ കണ്ടോ, അവരുണ്ടാക്കുന്ന സ്ഥലങ്ങളാണത്. ഇതെപ്പം ബ്ലൂ സിറ്റി നല്ലപോലെ കാണുന്നുണ്ട്. ഇതൊക്കെ ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞ പേരിലാട്ടോ അറിയപ്പെടുന്നത്. നമ്മുടെ കൊട്ടാരം ഏകദേശം ഫോർട്ട് എത്താനായി. പുറമെ നല്ല വെയിലാണ് കേട്ടോ. ഏകദേശം 40 ഡിഗ്രി ഉപ്പറിലാണ്, 40 ഡിഗ്രിയിലും മേലുണ്ടാവും ഏകദേശം. പുറത്തിറങ്ങിയപ്പോഴാണ് വെയിലിൻ്റെ ആ ചൂട് അറിയുന്നത്. ഏകദേശം 40 ഡിഗ്രിയിലും മേലെ ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ടോസൊക്കെ അങ്ങനെ വരുന്നുണ്ട്, അവിടെ വരെ ഇറക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്, കൊട്ടാരത്തിൻ്റെ ആ ഫോർട്ടിൻ്റെ അടുത്ത് വരെ. പക്ഷെ ഞങ്ങൾ നല്ലപോലെ നടന്നിട്ടാണ് കേട്ടോ പോയത്. വെയിലത്ത് നടന്നു പോകുന്നൊരു സുഖം തന്നെയല്ലേ അല്ലേ. അത് നമ്മളിതാ കവാടത്തിനുള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പം മെഹ്റാൻഗഡ് ഫോർട്ടിൻ്റെ കവാടത്തിനുള്ളിലേക്ക് കിടക്കുക കേട്ടോ. നല്ല നല്ല ഫോറിനേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സാണ് വരുന്നത് ഇവിടെ. പണ്ടത്തെ രാജാക്കന്മാരെ ആനൻ്റെ പുറത്തിരുത്തി കൊണ്ടുപോകുന്ന ആ ഇരിപ്പിടമൊക്കെ അവിടെ തന്നെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അവർ. ഇതെല്ലാം തന്നെ കേട്ടോ, ആനപ്പുറത്തിരുന്ന് രാജാക്കന്മാരെ കൊണ്ടുപോകുന്ന ഇതൊക്കെയാണ് ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ കണ്ട്. കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് ദൂരം നടന്ന് ഇനി കുറച്ച് ഇരിക്കട്ടെ എന്ന് പറഞ്ഞത് ആരാധ്യം ഒന്ന് ഇരിക്കാൻ നോക്കുന്നുണ്ട്. വാവ്, നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടെ നിന്ന് കിട്ടുന്ന. ഇതാ ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞത് ഇതാ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം. നല്ല അടിപൊളിയാട്ടോ. നല്ല ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ശരിക്കും പറഞ്ഞാൽ ഈവനിങ്ങിൽ വരണേ. ഇതിൻ്റെ ഉള്ളിലാണ് ഇനി കാണാനുള്ളത്. നല്ല അടിപൊളി പണ്ടത്തെ രാജാക്കന്മാർ ഉപയോഗിച്ച പല സാധനങ്ങളും നമ്മളതൊരു മ്യൂസിയം പോലെ അവർ അതാ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രാജാക്കന്മാർ ഉപയോഗിച്ച കോട്ടാന്ന് തോന്നുന്നുണ്ട്. നല്ല അടിപൊളി കോട്ട് കേട്ടോ. ഇതവരുടെ നാണയങ്ങളാണ്. അങ്ങനെ പലതും ഉണ്ട് ഇവിടെ കാണാൻ. ഇത് രാജാക്കന്മാരുടെ കുട്ടികളൊക്കെ ഇടുന്ന ഡ്രസ്സാണ്. ഇത് പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടികളിട്ട ഡ്രസ്സ്. ഇതിനൊക്കെ ഓരോ പേരുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇത് മിറർ റൂമാണ്, അതായത് കണ്ണാടി, മൊത്തം കണ്ണാടി എന്നാണ് അവർ പറയുന്നത്. ഇത് കണ്ണാടി റൂമാണെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ.
ഷോ എത്ര എത്ര രാജാക്കന്മാർ കിടന്നുറങ്ങിയ തൊട്ടിലാണെന്ന് അറിയാം ഇതൊക്കെ. കാരണം ഇവരുടെ ആർട്ട് വർക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര അട്രാക്റ്റീവാണ്. എല്ലാത്തിലും നല്ല ആർട്ട് വർക്കാണ് ഇവർക്കുള്ളത് കേട്ടോ. എന്തൊരു ചീസ് എടുത്താലും എന്തൊരു സാധനം എടുത്താലും അവിടെ ഇവർ ആർട്ട്, ഇവർ നല്ല കഴിവ് തെളിയിച്ച ആൾക്കാരാണ് ഇവർ, ഈ രാജസ്ഥാനികൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. നമ്മൾ സിനിമയിലൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് റൂമുകളാണ് കണ്ടിട്ടുണ്ടാവും അല്ലേ. പക്ഷേ ഇവിടെ ഒറിജിനൽ രാജാക്കന്മാർ ഇരുന്ന ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഇതാണ് ഫീലിംഗ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ഏകദേശം മുകളിലെത്തിയെന്ന് തോന്നുന്നുണ്ട്. ഇനിയും കയറാനുണ്ട് കേട്ടോ മുകളിൽ. ഇങ്ങനെ അതാ താഴോട്ട് നോക്കിയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. വാവ്, സൂപ്പർ. അതാണ് കാണുന്നത് ശരിക്കും ബ്ലൂ സിറ്റി. നമ്മളെ ജയ്പൂരിലാണ് പിങ്ക് സിറ്റി ഉള്ളത്, പക്ഷേ ഇവിടെ ഒരു ബ്ലൂ സിറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടി ഉണ്ട് കേട്ടോ. വാവ്, എന്താ സൂപ്പർ, ഫാന്റാസ്റ്റിക്. ഇനി എന്തെങ്കിലും പേരുണ്ടോ പറയാൻ? ഇതാ ഇവിടെ കണ്ടോ, ബ്ലൂ കളറിലാണ് അവിടെ ഉള്ള കെട്ടിടങ്ങളിലൊക്കെ അധികം. അതാണ് അവിടെ ബ്ലൂ സിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ ഈ പ്രദേശം മൊത്തം കാണാം. എത്ര വ്യാപിച്ച് കിടക്കുന്ന പ്രദേശം, എൻ്റെ ദൈവമേ, സൂപ്പർ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഒരു മതിലിങ്ങനെ കാണുന്നുണ്ട്. ഇതിവിടെ ബൗണ്ടറി കേട്ടോ, ഈ കൊട്ടാരത്തിൻ്റെ ഈ ഫോർട്ടിൻ്റെ ബൗണ്ടറി. അതുകൊണ്ട് അതുവരെ പോകുന്ന ഏകദേശം ചൈന വൻമതിൽ പോലെ ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു മതിൽ കാണുന്നുണ്ടോ? ഈ ഫോർട്ടിൻ്റെ ബൗണ്ടറിയാണത്. നല്ല അത്യാവശ്യം നല്ല ഇതുണ്ട്. നിങ്ങൾ വീഡിയോസ് തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ലൈക്കും സബ്സ്ക്രൈബും വേണമെങ്കിൽ ഒരു ഷെയറും ചെയ്യാൻ മറന്നു പോകരുത്. കമൻ്റ് ഇടാനും മറന്നു പോകരുത്. ഈ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ടുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കൊട്ടാരത്തിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. സൂപ്പർ. ഇനി അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ചു വരികയാണ്. കുറച്ച് പർച്ചേസിങ് ഒക്കെ നടത്തിയിട്ടോ അവിടുന്ന്. അങ്ങനെ ഇതാ തിരിച്ചു പോവാണ്. ഏകദേശം 42 ഡിഗ്രി ചൂടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ. ഞങ്ങൾ കാറ് നിർത്തിയിട്ടപ്പോൾ കാറിൽ ഇരുന്നപ്പോൾ തന്നെ ഒരു ഭയങ്കര ചൂട് എനിക്ക് കാറിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പോൾ തന്നെ. അങ്ങനെ ഇതാ നമ്മളെ മെഹ്റാൻഗർ ഫോർട്ടിനോട് ബൈ ബൈ പറഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പം ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇനി ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ബൈ ബൈ.